Hi guys, this video is completely for CA CMA students. So already നമ്മൾ സ്റ്റഡി മെറ്റീരിയൽ 2 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ നമുക്കത് നമ്മുടെ ചാനലുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അത് കാണാം. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 12ാമത്തെ ക്വസ്റ്റ്യനാണ്. അതായത് സ്റ്റഡി മെറ്റീരിയലിലെ പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ 12. സോ ക്വസ്റ്റ്യൻ ഇതാണ്: എ സിംഗിൾ പ്രോഡക്റ്റ് കമ്പനി സെൽസ് ഇൻസ് പ്രോഡക്റ്റ് അറ്റ് 60 പെർ യൂണിറ്റ്. അതായത് ഒരു യൂണിറ്റിന് 60 രൂപക്കാണ് അവർ സെല് ചെയ്യുന്നത്. ഒരു പ്രോഡക്റ്റ് സെല് ചെയ്യുന്നത് 60 രൂപക്കാണ്. ഇൻ 2021-22 ദ കമ്പനി ഓപ്പറേറ്റ്സ് അറ്റ് എ മാർജിൻ ഓഫ് സേഫ്റ്റി 40%. മാർജിൻ ഓഫ് സേഫ്റ്റി 40% ആണ്. അതായത് 2021-22 കമ്പനീൻ്റെ മാർജിൻ ഓഫ് സേഫ്റ്റി 40% ആണ്. മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു ബ്രേക്ക് ഇവൻ പോയിന്റിന് മേലെ ഒരു കമ്പനി സെയിൽസ് നടത്തിയിട്ടുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്നത്. ദ ഫിക്സ്ഡ് കോസ്റ്റ് എമൗണ്ടഡ് ടു 3,60,000 ആൻഡ് ദ വേരിയബിൾ കോസ്റ്റ് റേഷ്യോ ടു സെയിൽസ് വാസ് 80%. സോ നമുക്ക് ഫിക്സ്ഡ് കോസ്റ്റ് 3,60,000, വേരിയബിൾ കോസ്റ്റ് റേഷ്യോ 80%. In 2022-23 it is estimated that estimation ആണ് that variable cost will go up by 10%. 10% കൂടും. വേരിയബിൾ കോസ്റ്റ് 10% കൂടും. ആൻഡ് ദ ഫിക്സ്ഡ് കോസ്റ്റ് വിൽ ഇൻക്രീസ് 5%. ഫിക്സ്ഡ് കോസ്റ്റ് 5% കൂടും. സോ ഫസ്റ്റ് റിക്വയർമെൻറ്റ് നമ്പർ 1 എന്ന് പറയുന്നത്, സോ ഫൈൻഡ് ദ സെല്ലിംഗ് പ്രൈസ് റെക്കോർഡ് ടു ബി ഫിക്സ്ഡ് ഇൻ 2022-23. നമ്മൾ സെല്ലിംഗ് പ്രൈസ് കാണണം. റെക്കോർഡ് ടു ബി ഫിക്സ്ഡ് ഇൻ 2022-23 ടു ഏൺ ദ സെയിം പി വി റേഷ്യോ. നമുക്ക് 2022-23 സെല്ലിംഗ് പ്രൈസ് കാണണം. ടു ഏൺ സെയിം പി വി റേഷ്യോ ആസ് ഇൻ 2021-22. 21-22 പി വി റേഷ്യോ ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് 2022-23 ഞാൻ ആ പ്രോഡക്റ്റ് എത്ര രൂപക്കാണ് ഞാൻ സെല് ചെയ്യേണ്ടത്. സോ ഇതാണ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ ഇതാണ്. സോ നമുക്ക് ഫസ്റ്റ് റിക്വയർ നമ്പർ 1 ഇതാണ്. സോ നമുക്ക് 2021-22 കാര്യങ്ങൾ പറയാം. സോ സെല്ലിംഗ് പ്രൈസ് വിൽ ബി 60 ആണ്. ഓക്കെ, സെല്ലിംഗ് പ്രൈസ് നമ്മൾ 60 രൂപക്കാണ് വിൽക്കുന്നത്. സോ നമുക്ക് വേരിയബിൾ കോസ്റ്റ് റേഷ്യോ വെച്ചാൽ 80% ആണ്. അതായത് നമുക്ക് 48 ആണ് നമുക്ക് വേരിയബിൾ കോസ്റ്റ് വരുന്നത്. 48 നമുക്ക് വേരിയബിൾ കോസ്റ്റ് 48 വന്നു. സോ അങ്ങനെയാണ് കോൺട്രിബ്യൂഷൻ വിൽ ബി 12. ഓക്കെ, കോൺട്രിബ്യൂഷൻ 12 ആണ്. സോ അങ്ങനെയാണ് പി വി റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമോ? യെസ്, പി വി റേഷ്യോ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. സോ 12 ഡിവൈഡഡ് ബൈ 60 ഇൻറ്റു 100. സോ 12, അതായത് കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ സെയിൽസ് ഇൻറ്റു 100 ഈസ് ഈക്വൽ ടു 20%. ഓക്കെ, സോ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ നമുക്ക് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. സോ ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട് വേരിയബിൾ കോസ്റ്റ് റേഷ്യോ 80% ആണ്. സോ അങ്ങനെയാണെങ്കിൽ 80% ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പി വി റേഷ്യോ എത്രയായിരിക്കും? സോ പി വി റേഷ്യോ നമുക്ക് ഇൻഡയറക്റ്റ് ആയിട്ട് ഹിഡൻ ആയിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ. സോ നമുക്ക് പി വി റേഷ്യോ വിൽ ബി 20%. ഡിഡ് യു നോട്ടീസ്ഡ് വേരിയബിൾ കോസ്റ്റ് 80% ആണെങ്കിൽ പി വി റേഷ്യോ വിൽ ബി 20%. ആർ ക്ലിയർ? ഓക്കെ, സോ ഇതാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, പി വി റേഷ്യോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ഞാൻ ഫോർ യുവർ അണ്ടർസ്റ്റാൻഡിങ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്തേ ഉള്ളൂ. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ക്ലിയർ. ഓക്കെ, സോ നമുക്ക് പി വി റേഷ്യോ നമുക്ക് 20% ആണ്. സോ നമ്മൾ ക്വസ്റ്റ്യൻ പറയുന്നത് നമുക്ക് 2022-23 സോ 2022-23 എനിക്ക് ഈ ഒരു 20% പി വി റേഷ്യോ എനിക്ക് ഏൺ ചെയ്യണമെങ്കിൽ ഞാൻ എത്ര രൂപയ്ക്ക് സെല് ചെയ്യണം? സോ നമുക്ക് സെല്ലിംഗ് പ്രൈസ് കിട്ടിയാൽ മതി. ഓക്കെ, സോ നെക്സ്റ്റ് നമുക്ക് പറയാം 2022-23. ഓക്കെ, 2022-23 വരുമ്പം സോ ഫസ്റ്റ് നമുക്ക് 80% ആണ്. നമുക്ക് 80% ആണ് വേരിയബിൾ കോസ്റ്റ് റേഷ്യോ. സോ വേരിയബിൾ കോസ്റ്റ് 80%. സോ നെക്സ്റ്റ് നമുക്ക് വേണ്ടത് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 20% ആയിരിക്കും. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് സെയിൽസ് എന്ന് പറയുന്നത് 100%. സോ നമുക്കതൊരു പെർസെൻറ്റേജിൻ്റെ ഒരു ഇതാണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് അടുത്തയിലേക്ക് വരുമ്പം വേരിയബിൾ കോസ്റ്റ്. ഓക്കെ, അതായത് 2022-23 വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് 52.8. സോ 52.8 എന്ന് പറയുന്നത്
സോ എങ്ങനെയാണ് വന്നു വെച്ചാൽ 48 പ്ലസ് 10%, നമുക്ക് 10% കൂടുതൽ വന്നിട്ടുണ്ട്. സോ നമുക്ക് 48 പ്ലസ് 10% ഈക്വൽ ടു 52.8. സോ നമ്മൾ ഓൾറെഡി ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്, ഇവിടെ ക്വസ്റ്റ്യൻ നമുക്ക് പറയുന്നുണ്ട് 10% കൂടും അല്ലെ, വേരിയബിൾ കോസ്റ്റ് 10% കൂടും. സോ 10% നമുക്ക് വേരിയബിൾ കോസ്റ്റ് നമുക്ക് 10% കൂടും. സോ ഇതാണ് 52.8 എന്ന് പറയുന്നത്. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുമല്ലോ. സോ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? സോ അതായത് 52.8 ഇൻറ്റു 100 ഡിവൈഡ് ബൈ 80. സോ കാൽക്കുലേറ്റർ എടുക്കാം, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. 52.8 ഇൻറ്റു 100 ഡിവൈഡ് ബൈ 80 ഈസ് ഈക്വൽ ടു നമുക്ക് 66 നമുക്ക് കിട്ടും. 66, സെല്ലിംഗ് പ്രൈസ് 66. സോ ഫസ്റ്റ് റിക്വയർമെൻറ്റ് ആൻസർ ആയോ? യെസ്, ഫസ്റ്റ് റിക്വയർമെൻറ്റ് ആൻസർ ആയോ? സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് 66 മൈനസ് 52.8 ഈസ് ഈക്വൽ ടു നമുക്ക് 13.2 നമുക്ക് എന്ത് കിട്ടും? കോൺട്രിബ്യൂഷൻ കിട്ടും. 13.2 നമുക്ക് കോൺട്രിബ്യൂഷൻ കിട്ടും. ആർ യു ക്ലിയർ വിത്ത് ആർ യു ക്ലിയർ കേസ്? ആർ യു ക്ലിയർ? സോ ഇതാണ് നമുക്ക് ഫസ്റ്റത്തെ റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് റിക്വയർമെൻറ്റ് നമ്മൾ ചോദിക്കുന്നത് സെല്ലിംഗ് പ്രൈസ് ആയിരുന്നു. 2022-23 സെല്ലിംഗ് പ്രൈസാണ്. സോ നമ്മളത് 66 നമ്മൾ കണ്ടെത്തി. ആർ യു ക്ലിയർ ഗൈസ്? ആർ യു ക്ലിയർ? ഓക്കെ. സോ ഇനി രണ്ടാമത്തെ റിക്വയർമെൻറ്റ് നോക്കാം. രണ്ടാമത്തെ റിക്വയർമെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അസ്യൂമിങ് ദ സെയിം സെല്ലിംഗ് പ്രൈസ് എന്ന് വെച്ചാൽ 60 രൂപയാണ്. യെസ്, പെർ യൂണിറ്റ് ഇൻ 2022-23. സോ 2022-23 സെയിം സെല്ലിംഗ് പ്രൈസ് 60 രൂപയാണ്. സോ ഫൈൻഡ് ദ നമ്പർ ഓഫ് ദി യൂണിറ്റ്സ് കാണണം റിക്വയർഡ് ടു ബി പ്രൊഡ്യൂസ്ഡ് ആൻഡ് സോൾഡ് ടു ഏൺ സെയിം പ്രോഫിറ്റ് ആസ് ഇൻ 2022-23. സോ നമുക്ക് 2021-22 സെയിം പ്രോഫിറ്റ്, 2021-22 പ്രോഫിറ്റ് സെയിം പ്രോഫിറ്റ് നമ്മൾ ഏൺ ചെയ്യാൻ പറ്റും. 2022-23 നമ്മൾ ഏൺ ചെയ്യണമെങ്കിൽ സോ ഞാൻ എത്ര യൂണിറ്റ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യണം, എത്ര യൂണിറ്റ് നമ്മൾ സെല്ല് ചെയ്യണം? ആർ ക്ലിയർ ദീസ് ഗൈസ്? അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? സോ ആദ്യം നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 2022-23 പ്രോഫിറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. 2022-23 പ്രോഫിറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. സോ അങ്ങനെയാണെങ്കിൽ സോ രണ്ടാമത്തെ റിക്വയർമെൻറ്റിലേക്ക് വരുമ്പോൾ സോ നമുക്ക് ക്വസ്റ്റ്യൻ ഓൾറെഡി തന്നിട്ടുണ്ട്. ബ്രേക്ക് ഈവൻ പോയിൻറ്റ് 2021-22. സോ ബ്രേക്ക് ഈവൻ പോയിൻറ്റ് 2021-22 എന്ന് പറയുന്നത് സോ ക്വസ്റ്റ്യൻ നമുക്ക് ബ്രേക്ക് ഈവൻ പോയിൻറ്റ് തന്നിട്ടുണ്ടോ? സോ നമ്മൾ ബ്രേക്ക് ഈവൻ പോയിന്റ് 2022-23 എന്ന് പറയുന്നത്. സോ ബ്രേക്ക് ഈവൻ പോയിന്റ് 2021-22 ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു ഫിക്സ്ഡ് കോസ്റ്റ് ഡിവൈഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ആണ്. സോ നമുക്ക് ഫിക്സ്ഡ് കോസ്റ്റ് 3,60,000 ആണ്. സോ പി വി നമുക്ക് കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് എന്ന് പറയുന്നത് 12 രൂപയാണ്. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് 2021-22 സോ അങ്ങനെയാണെങ്കിൽ 30,000 യൂണിറ്റ് വിൽ ബി ദ മൈ ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയുന്നത് 30,000 യൂണിറ്റ് ആയിരിക്കും. സോ അങ്ങനെയാണെങ്കിൽ സോ നമ്മൾ സെയിൽസ് നമുക്ക് 100% ആണ്. സെയിൽസ് 100% ആണ്. സോ മാർജിൻ ഓഫ് സേഫ്റ്റി 40% ആണെന്ന് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്. മാർജിൻ ഓഫ് സേഫ്റ്റി 40% ആണ്. സോ അങ്ങനെയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് എന്തായിരിക്കും? ബ്രേക്ക് ഈവൻ പോയിന്റ് വിൽ ബി ദ 60%. ഓട്ടോമാറ്റിക്കലി ബ്രേക്ക് ഈവൻ പോയിന്റ് 60%. സോ നമുക്ക് ബ്രേക്ക് ഈവൻ പോയിന്റ് നമുക്കറിയാം 30,000 യൂണിറ്റ് ആണ്. നമ്മൾ ഓൾറെഡി കണ്ടെത്തിയിട്ടുണ്ട്. സോ ബ്രേക്ക് ഈവൻ പോയിന്റ് 30,000 ആണ്. അങ്ങനെയാണ് നമുക്ക് സെയിൽസ് എത്രയായിരിക്കും? സോ നമുക്ക് ഇവിടെ നമ്മൾ സെയിൽസ് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സെയിൽസ് എന്ന് വെച്ചാൽ 30,000 ഇൻറ്റു സോ നമുക്ക് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആണ് 30,000 ഇൻറ്റു 100 ഡിവൈഡ് ബൈ 60 ചെയ്യാം. 30,000 ഇൻറ്റു 100 ഡിവൈഡ് ബൈ 60 ഈസ് ഈക്വൽ ടു നമുക്ക് 30,000 യൂണിറ്റ് നമുക്ക് കിട്ടും. സോ 30,000 യൂണിറ്റ് നമുക്ക് കിട്ടും. സോ 30,000 ഇൻറ്റു 100 ഡിവൈഡ് ബൈ 60. സോ 50,000 നമുക്ക് കിട്ടും. 50,000 നമുക്ക് സോ 50,000 ആണ് നമുക്ക് ഇവിടെ ആൻസർ വരുന്നത്. സോ 50,000 ഇറ്റ് വിൽ ബി ദ 50,000. ഇറ്റ്സ് നോട്ട് 50,000. ഓക്കെ. സോ 50,000 യൂണിറ്റ് നമുക്ക് കിട്ടി. സോ സെയിൽസിൻ്റെ യൂണിറ്റ് കിട്ടിയോ? യെസ്, നമുക്ക് സെയിൽസിൻ്റെ യൂണിറ്റ് നമുക്ക് കിട്ടി. ഇനി നെക്സ്റ്റ് അടുത്ത ഭാഗം. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ പ്രോഫിറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാമാണ്. സോ നമുക്ക് ഫസ്റ്റ് നമ്മൾ ബ്രേക്ക് ഈവൻ പോയിന്റ് നമ്മൾ കണ്ടെത്തി. നെക്സ്റ്റ് നമ്മൾ സെയിൽസ് നമ്മൾ കണ്ടെത്തി. ഇനി നമ്മൾ പ്രോഫിറ്റ് കാണാനാണ്. സോ യൂണിറ്റ് എന്ന് പറയുന്നത് നമുക്ക് യൂണിറ്റ് എന്ന് പറയുന്നത് 50,000 ആണ്. സോ 2021 യൂണിറ്റ് 50,000 ആണ്. സോ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 60 ആണ്. സോ അങ്ങനെയാണ് സെയിൽസ് എന്ന് പറയുന്നത് 50,000 ഇൻറ്റു 60 ഈസ് ഈക്വൽ ടു 30 lakhs. സോ അങ്ങനെയാണ് വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് 30 lakhsൻ്റെ 80%, അതായത് 24 lakhs ആയിരിക്കും നമുക്ക് വരിക. സോ മൈനസ് ചെയ്ത് നമുക്ക് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് നമുക്ക് 6 lakh കിട്ടും. പിന്നെ മൈനസ് ഫിക്സ്ഡ് കോസ്റ്റ് നമുക്ക് 3,60,000. സോ അങ്ങനെയാണ് നമുക്ക് പ്രോഫിറ്റ് വലിപ്പിത 2,40,000. പ്രോഫിറ്റ് എന്ന് വെച്ചാൽ 2,40,000 ആയിരിക്കും നമുക്ക് പ്രോഫിറ്റ് വരുന്നത്.
ക്ലിയർ ഗൈസ്? ക്ലിയർ? നമ്മൾ സാധാരണ നമുക്ക് വലിയൊരു ഡിഫിക്കൽട്ട് കാൽക്കുലേഷൻ നമുക്ക് വരുന്നില്ല. സാധാരണ നമ്മൾ ആ ഒരു പ്രോഫിറ്റ് സ്റ്റേറ്റ്മെൻറ്റ് വെച്ച് ചെയ്യുന്ന ആ ഒരു സ്ട്രക്ചർ തന്നെയാണ്. ഓക്കെ, സോ ഇതാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമുക്ക് 2,40,000 നമുക്ക് പ്രോഫിറ്റ് കിട്ടി. ഇനി അടുത്തത്, സോ അങ്ങനെയാണ് 2022-23 വരുമ്പോൾ ദ ഫിക്സ്ഡ് കോസ്റ്റ് എന്ന് പറയുന്നത്, സോ നമ്മൾ ഓൾറെഡി ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്, ഫിക്സ്ഡ് കോസ്റ്റ് എന്ന് പറയുന്നത് 5% കൂടും. ഓക്കെ, ഓൾറെഡി നമുക്ക് 3,60,000 ആയിരുന്നു. ഇതിന് 5% നമുക്ക് കൂടുന്ന ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്. അതിനാണ് 3,78,000 ആയിരിക്കും നമുക്ക് ഫിക്സ്ഡ് കോസ്റ്റ്. സോ നമ്മളോട് ക്വസ്റ്റ്യൻ എന്താ ചോദിക്കുന്നത്? നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് വെച്ചാൽ, സോ 2021-22 എനിക്ക് 2,40,000 പ്രോഫിറ്റ് വന്നത്. 2022-23 ഈ 2,40,000 പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ ഞാൻ എത്ര സെയിൽസ് ഞാൻ എത്ര യൂണിറ്റ് നാം വിൽക്കണം? സോ ഞാൻ എത്ര യൂണിറ്റ് ഞാൻ സെല് ചെയ്യണം? ദാറ്റ്സ് എ ക്വസ്റ്റ്യൻ. ഓക്കെ, അതാണ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ അങ്ങനെയാണ് റിക്കോർഡ് സെയിൽസ് യൂണിറ്റ് എന്ന് പറയുന്നത്. സോ നമുക്കറിയാം, സെയിൽസ് യൂണിറ്റ് നമുക്ക് കാണാൻ ഇങ്ങനെ ചെയ്താൽ മതി: ഫിക്സ്ഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ഡിവൈഡ് ബൈ CPU. നമുക്ക് സെയിൽസ് കാണാനുള്ള ഇക്വേഷനാണ് ഫിക്സ്ഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ഡിവൈഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. സോ നമുക്ക് ഫിക്സ്ഡ് കോസ്റ്റ് എന്ന് വെച്ചാൽ, ഫിക്സ്ഡ് കോസ്റ്റ് നമുക്ക് 3,78,000 നമുക്ക് ഫിക്സ്ഡ് കോസ്റ്റ്. ഓക്കെ, ദെൻ പ്രോഫിറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഡിസൈഡ് പ്രോഫിറ്റ് തരാം 2,40,000. സോ ഡിവൈഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. ഇനി കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഓക്കെ, സോ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് എന്ന് വെച്ചാൽ, സോ സെല്ലിംഗ് പ്രൈസ് നമുക്ക് 60 ആണ്. ഇറ്റ്സ് നോട്ട് 66. നമ്മളോട് ക്വസ്റ്റ്യന് രണ്ടാമത്തെ റിക്വയർമെൻറ്റ് പറയുന്നുണ്ട് സെയിം സെല്ലിംഗ് പ്രൈസ് 60 ആണ്. അപ്പം നമുക്ക് 60 ആയിരിക്കും നമുക്ക് വരുന്നത്. ദെൻ വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് 52.8, അതായത് നമുക്ക് 10% നമുക്ക് കൂടും. സോ 52.8, അതായത് ഈ ഒരു ഇത്. സോ 52.8. സോ നമുക്ക് അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് 52.8 നമുക്ക് വേരിയബിൾ കോസ്റ്റ്. സോ മൈനസ് ചെയ്തതിന് നമുക്ക് CPU വിൽ ബി, അതായത് കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് വിൽ ബി പെർ യൂണിറ്റ് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 7.2 കിട്ടി. സോ ഇതാണ് നമുക്ക് ഇവിടെ വന്നത് 7.2 നമുക്ക് ഇവിടെ വന്നത് അങ്ങനെയാണ്. സോ 3,78,000 പ്ലസ് 2,40,000 ഡിവൈഡ് ബൈ 7.2 നമുക്ക് കിട്ടുന്നത് 85,834. സോ 85,834 യൂണിറ്റ് ഞാൻ വിൽക്കണം. അതായത് 2,40,000 പ്രോഫിറ്റ് എനിക്ക് കിട്ടണമെങ്കിൽ, സോ 2,40,000 പ്രോഫിറ്റ് നമുക്ക് ഏൺ ചെയ്യണമെങ്കിൽ ഞാൻ 85,834 യൂണിറ്റ് ഞാൻ സെല് ചെയ്യണം. ദാറ്റ്സ് എ ഹോൾ സ്ട്രക്ചർ ഓഫ് ദി ക്വസ്റ്റ്യൻ നമ്പർ 12. സോ ഇതാണ് നമ്മൾ 12ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ദെൻ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വേറൊരു ക്വസ്റ്റ്യൻസുമായിട്ട് വരാം. അപ്പം നമ്മൾ വരുന്ന ദിവസങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, നമ്മൾ വേറെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഇതേപോലെ തന്നെ സ്റ്റഡി മെറ്റീരിയൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ കുറച്ച് ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യും. സോ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നമ്മൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ചില സ്റ്റുഡൻസ് നമ്മളോട് ഈ കോസ്റ്റിങ്ങിൻ്റെ പ്രസൻറ്റേഷൻ ടിപ്സും അതുപോലെ തന്നെ ട്രിക്സും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ എങ്ങനെ പ്രസൻറ്റ് ചെയ്യാം, സോ അതുപോലെ തന്നെ പിന്നെ ആ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ പിന്നെ വരും ദിവസങ്ങളിലിടും. സോ അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു ചാനലിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ സ്റ്റേ ട്യൂൺഡ്. ഓക്കെ, ദാറ്റ്സ് ഓൾ. ഹാപ്പി ലേണിംഗ്.